ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം അവസാനം ചൈനയിലെ ക്വിങ്ദാവോ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വർഷം ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ചൈനയാണ്. ഇതിനായി സിംഗിനെ ക്ഷണിച്ചിട്ടുണ്ട്. 2020 ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം രാജ്നാഥ് സിംഗ് നടത്തുന്ന ആദ്യ ചൈന സന്ദർശനമാണിത്. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പെട്രോളിംഗ് പുനരാരംഭിക്കാനും സൈന്യത്തെ പിൻവലിക്കാനും 2024 ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതിനു ശേഷം ചൈനയിലെ ആദ്യത്തെ ഇന്ത്യൻ മന്ത്രിതല ഇടപെടൽ ഈ സന്ദർശനമായിരിക്കും. അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ഇന്ത്യയും ചൈനയും ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ലാവോസിൽ നടന്ന ADMM+ ഉച്ചകോടിക്കിടെയാണ് സിംഗ് അവസാനമായി ചൈനയുടെ പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുനുമായി കൂടിക്കാഴ്ച നടത്തിയത്. വിച്ഛേദിക്കൽ ധാരണയ്ക്ക് ശേഷമുള്ള അവരുടെ ആദ്യ ആശയവിനിമയമായിരുന്നു അത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ സന്ദർശനം. കൈലാസ് മാനസരോവർ യാത്ര പുനരുജ്ജീവിപ്പിക്കൽ, വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കൽ, ജലശാസ്ത്ര ഡേറ്റ കൈമാറ്റം പുനരാരംഭിക്കൽ, വിസ, ആളുകൾ തമ്മിലുള്ള കൈമാറ്റം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചൈനയുടെ SCO അധ്യക്ഷ സ്ഥാനത്തിലുള്ള പിന്തുണ ഇന്ത്യയും ആവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വൈസ് വിദേശകാര്യമന്ത്രി സൺ വീഡോങ്ങും തമ്മിൽ ഡൽഹിയിൽ അടുത്തിടെ നടന്ന ചർച്ചകളിൽ ഇത് വ്യക്തമാക്കിയിരുന്നു. അതേസമയം താരിഫുകളും എതിർ താരിഫുകളും സംബന്ധിച്ച തർക്കങ്ങൾക്കിടയിൽ ചൈന അമേരിക്കയുമായുള്ള വ്യാപാര കരാർ ലംഘിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. മിസ്റ്റർ നൈസ് ഗൈ ആയതിന് താൻ ഇത്രയധികം വില നൽകിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 145% തീരുവ ചുമത്തിയതിനു ശേഷം വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് ചൈനയെ രക്ഷിക്കാൻ ബീജിംഗുമായി ഒരു വ്യാപാര കരാർ ഒപ്പിട്ടതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതിയതാണ്. 2 ആഴ്ച മുൻപ് ചൈന ഗുരുതരമായ സാമ്പത്തിക അപകടത്തിലായിരുന്നു. ഞാൻ നിശ്ചയിച്ച ഉയർന്ന താരിഫുകൾ ലോകത്തിലെ 1-ാം സ്ഥാനത്തുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിപണിയിലേക്ക് വ്യാപാരം നടത്തുന്നത് ചൈനയ്ക്ക് അസാധ്യമാക്കി. ഫലത്തിൽ ഞങ്ങൾ ചൈനയുമായി തണുത്ത തുർക്കിയെ സൃഷ്ടിച്ചു. അതവർക്ക് വിനാശകരമായിരുന്നു. നിരവധി ഫാക്ടറികൾ അടച്ചുപൂട്ടി. മിതമായ രീതിയിൽ പറഞ്ഞാൽ സിവിൽ അശാന്തി ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കണ്ടു. പക്ഷേ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ മോശം സാഹചര്യമായിരിക്കുമെന്ന് ഞാൻ കരുതിയതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചൈനയുമായി ഒരു ഫാസ്റ്റ് ഡീൽ ഉണ്ടാക്കി. അത് സംഭവിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഈ കരാർ കാരണം എല്ലാം വേഗത്തിൽ സ്ഥിരത കൈവരിക്കുകയും ചൈന പതിവ് പോലെ ബിസിനസ്സിലേക്ക് മടങ്ങുകയും ചെയ്തു. എല്ലാവരും സന്തോഷിച്ചു. അതാണ് നല്ല വാർത്ത. മോശം വാർത്ത എന്തെന്നാൽ ചിലർക്ക് അതിശയിക്കാനില്ലെങ്കിലും ചൈന അമേരിക്കയുമായുള്ള കരാർ പൂർണ്ണമായും ലംഘിച്ചു എന്നതാണ്. ചൈനയുമായുള്ള വ്യാപാര ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണെന്ന് മുന്നോട്ടു പോകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെയും നേരിട്ടുള്ള ഇടപെടൽ ആവശ്യമാണെന്നും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുമ്പോൾ ചർച്ചകളുടെ സങ്കീർണത ബെസന്റ് എടുത്തു കാണിക്കുകയും ഈ മാസം ആദ്യം 90 ദിവസത്തെ താൽക്കാലിക ഉടമ്പടി എത്തിയതിനു ശേഷം പുരോഗതി മന്ദഗതിയിലായതും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.